പാലക്കാട് 12 വയസ്സുകാരനെ അധ്യാപകൻ മദ്യം നൽകി പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി ബിജെപി. സ്കൂൾ അധികൃതർ വിവരം മറച്ചുവച്ചതിനെതിരെയാണ് ബിജെപി പ്രതിഷേധം നടത്തിയത്. ബോധപൂർവം അധ്യാപകനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്നും വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്നും ബിജെപി ആവശ്യപ്പെട്ടു. സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് റിപ്പോർട്ട് തേടി. ഒരു വ്യക്തിയുടെ വിരോധാഭാസകരമായിട്ടുള്ള കാര്യങ്ങൾ തിരിച്ചറിയപ്പെടാവുന്ന കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ആ വ്യക്തി സ്പെഷ്യൽ ക്ലാസ് ഒക്കെ സ്ഥിരമായി എടുക്കുകയും കുട്ടികളെ ഇടയ്ക്കിടയ്ക്ക് സെപ്പറേറ്റായി വിളിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ബാഡ് ടച്ച് എന്നുള്ള സംഭവം പോലും നമുക്കറിയാം. പഠിപ്പിച്ചു കൊടുക്കേണ്ട സ്കൂളാണ്. അതെല്ലാം കഴിഞ്ഞ് നവംബർ 29 നടന്ന ഈ സംഭവം ഡിസംബർ 18 അയാളുടെ അടുത്ത് റിസൈൻ ലെറ്ററും മേടിച്ച് ഇന്നത്തെ പാരൻസ് ടീച്ചേഴ്സ് അസോസിയേഷനോ പൊതുജനങ്ങളോ ഓൾഡ് PTA ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ കാര്യങ്ങളോ അറിയുന്നത് എപ്പോഴാണ്? മാധ്യമങ്ങളിലൂടെ. അപ്പോൾ ഡിസംബർ 18 മുതൽ ജനുവരി 5 വരെ ഇത് മറച്ചു വച്ചത് അവനെ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നോ? ഇത്രയും വലിയൊരു കാര്യം ചെയ്തിട്ട് അതിനെതിരെയാണ് BJP പ്രതിഷേധിക്കുന്നത്. അരുൺ ആലത്തൂർ നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, ഒരു കുറ്റകൃത്യം നടന്നാൽ കൃത്യമായി ആ സ്കൂൾ സ്വീകരിക്കേണ്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അത് അറിഞ്ഞുകൊണ്ട് എല്ലാം മറച്ചു വെച്ചു. അതിനെതിരെയാണ് BJP പ്രതിഷേധമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇപ്പോൾ പ്രതിഷേധം ഏത് രീതിയിലാണ്? പ്രതിഷേധം കെട്ടടങ്ങിയിട്ടുണ്ടോ? എന്താണ് സ്കൂൾ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട്? പ്രധാനമായിട്ടും ഈ സ്കൂളിന്റെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ച ഈ സംഭവത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. നമുക്കറിയാം 29 നവംബറിലാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. അതിനുശേഷം 18 ഈ അധ്യാപകനെ ഡിസംബർ 18 അധ്യാപകനെ സ്കൂള് നടപടിയെടുത്ത് പുറത്താക്കുകയും ചെയ്തു എന്നുള്ളതാണ് സ്കൂൾ മാനേജ്മെന്റ് വിഷയത്തിൽ പറയുന്നത്. പക്ഷേ നമുക്ക് ഇത്തരത്തിൽ ഒരു കുട്ടിയെ, ഒരു 12 വയസ്സ് മാത്രം പ്രായമുള്ള ആൺകുട്ടിയെ മദ്യം നൽകി അധ്യാപകൻ ക്വാർട്ടേഴ്സിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ ആ വിവരം അറിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് പോലീസിനെ അറിയിക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത് എന്നിരിക്കെയാണ് സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ച ഈ സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും അതിനെതിരെയാണ് ഇന്നിപ്പോൾ BJP പ്രവർത്തകർ പ്രതിഷേധം നടത്തിയത്. സ്കൂളിന്റെ ഈ വീഴ്ച സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടെ അന്വേഷണം വേണം എന്നുൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ ഒരു പ്രതിഷേധം നടത്തിയത്. മാത്രമല്ല, കുറ്റക്കാരനായ അധ്യാപകനെതിരെയും മറ്റ് ആരെങ്കിലും സ്കൂൾ അധികൃതർ ഇയാൾക്ക് സംരക്ഷണം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയും തക്കതായ നടപടി വേണമെന്നും BJP ആവശ്യപ്പെടുകയുണ്ടായി. ഏതായാലും ശക്തമായ ഒരു സമരം തന്നെയാണ് ഈ വിഷയത്തിൽ ഉയർന്നിരിക്കുന്നത്. മാത്രമല്ല, മറ്റൊരു കാര്യം കൂടെ ഈ വിഷയത്തിൽ രക്ഷിതാക്കൾ ഇന്ന് PTA യോഗം ചേർന്നപ്പോൾ യോഗത്തിൽ രക്ഷിതാക്കൾ ആവശ്യമായിട്ട് ഉന്നയിച്ച വിഷയങ്ങൾ എന്നുള്ളത് സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും കൗൺസിലിംഗ് നൽകുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ഇനി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വേണം എന്നുൾപ്പെടെ ആവശ്യം രക്ഷിതാക്കൾ ഉയർത്തുകയുണ്ടായി. മാത്രമല്ല, രക്ഷിതാക്കളും സമാനമായ രീതിയിൽ തന്നെ സ്കൂളിന്റെ ഭാഗത്തെ വിഷയത്തിൽ വലിയ വീഴ്ചയുണ്ടായിട്ടുണ്ട്, അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഇത് ഒതുക്കി തീർക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം ഉണ്ടായിട്ടുണ്ടോ? എന്തായാലും വിഷയത്തിൽ വലിയ പ്രതിഷേധമാണ് BJP ഉയർത്തുന്നത് എന്നുള്ളതാണ്. നമുക്ക് കൂടുതൽ വാർത്തകളിലേക്കൊക്കെ തന്നെ വരാം.